എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. LDC പരീക്ഷയ്ക്കായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന റിവിഷൻ സീരീസിൽ കേരള PSC അടുത്ത നടന്ന പരീക്ഷയിൽ പോലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് സമാന്തര ശ്രേണികൾ. സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരുന്നത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായത്തിൽ നിന്നാണ്. സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായമാണ് നമ്മളിവിടെ ഒന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. 2ഓളം ക്ലാസ്സിലൂടെയായിട്ട് ഈ ഒരു അധ്യായം കംപ്ലീറ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോയിന്റുകളും നമ്മളൊന്ന് പഠിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മളിവിടെ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് സമാന്തര ശ്രേണി എന്താണ് ശ്രേണി, ഈ 2 പോയിന്റുകളാണ് നമ്മളൊന്ന് തുടക്കത്തിൽ പരിചയപ്പെടുന്നത്. ഈ ഒരു ടോപ്പിക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ശ്രേണി എന്ന് പറയുന്നതും സമാന്തര ശ്രേണി എന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു ശ്രേണി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ശ്രേണി നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതാം. 1, 1.5, 2, 2.5 എന്നിങ്ങനെ തുടർന്നു പോകുന്ന ഒരു ശ്രേണിയാണ് നമ്മളിവിടെ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ശ്രേണി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഈ ഒരു ശ്രേണി ഫോം ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ഈ ഒരു പദത്തിനോട് അര കൂട്ടിക്കഴിഞ്ഞാൽ 1.5 എന്ന് കിട്ടുന്നു. ആ 1.5 വീണ്ടും അര കൂട്ടിയപ്പോൾ 2 എന്ന് കിട്ടുന്നു. 2 വീണ്ടും അര കൂട്ടിയപ്പോൾ 2.5 എന്ന് കിട്ടുന്നു. അതായത് ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണ്, ഒരു പദത്തിനോട് അര കൂട്ടി പോകുന്നു. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തെ ശ്രേണി ഇവിടെ നൽകിയിരിക്കുന്നത് 1, 4, 9, 16 എന്ന് തുടരുന്ന ഒരു ശ്രേണിയാണ്. അപ്പൊ രണ്ടാമത്തെ ശ്രേണി എന്ന് പറയുന്നത് 1, 4, 9, 16 എന്നിങ്ങനെ തുടരുന്ന ഒരു ശ്രേണിയാണ്. ഇവിടെ നമ്മൾ 1നെയും 4നെയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ 3ന്റെ ഡിഫറൻസ് ആണെന്നും, തുടർന്ന് വരുന്ന 4ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് 5ന്റെ ഡിഫറൻസ് ആണെന്നും, 9ഉം 16ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ 7ന്റെ ഡിഫറൻസ് ആണെന്ന് നമുക്ക് കിട്ടും. ഒന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പ്രൈം നമ്പർ 3, 5, 7 അങ്ങനെയുള്ള ആ ഒരു പ്രൈം നമ്പറിന്റെ ഡിഫറൻസിന് ഈ ഒരു ശ്രേണി ഫോം ചെയ്തിരിക്കുന്നു എന്ന് പറയാം. അതല്ലെങ്കിൽ നമുക്ക് പറയാം ഈ 1 എന്ന് പറയുന്ന 1 സ്ക്വയർ ആണ്, 4 എന്ന് പറയുന്ന 2 സ്ക്വയർ ആണ്, 9 എന്ന് പറയുന്ന 3 സ്ക്വയർ ആണ്, 16 എന്ന് പറയുന്ന 4 സ്ക്വയർ ആണ്. ആ ഒരു രീതി നമുക്ക് ഈ ഒരു ശ്രേണി ഫോം ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അപ്പൊ തൊട്ടു മുമ്പത്തെ ശ്രേണിയും ഈ ഒരു ശ്രേണിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തൊട്ടു മുമ്പ് നമ്മൾ 1 അര കൂട്ടി 1.5, വീണ്ടും അര കൂട്ടി 2, 2 വീണ്ടും അര കൂട്ടി 2.5. അതായത് അവിടെ പൊതുവായിട്ട് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അര എന്ന് പറയുന്ന ഈ ഒരു നമ്പറാണ്. അതേ സമയത്ത് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ പൊതുവായിട്ടൊന്നും കൂട്ടുന്നില്ല. പക്ഷെ നമ്മൾ ഒരു ലോജിക്കിലൂടെ ആ ഒരു ശ്രേണി ഫോം ചെയ്തിരിക്കുകയാണ്. എന്താണ് ശ്രേണിയും എന്താണ് സമാന്തര ശ്രേണിയും തമ്മിലുള്ള വ്യത്യാസം എന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇത്തരത്തിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു നമ്പർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ശ്രേണി ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് സമാന്തര ശ്രേണി എന്ന് നമുക്ക് പറയാം. അല്ലാത്ത പക്ഷം ഇതിനെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ശ്രേണി എന്ന് പറയാം. പക്ഷെ എന്തെന്ന് പറയാൻ പറ്റില്ല? സമാന്തര ശ്രേണി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്താണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത്? നമ്മൾ ഇത്തരത്തിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു സംഖ്യ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തുകൊണ്ട് ഒരു ശ്രേണി ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് സമാന്തര ശ്രേണി എന്ന് പറയാം. കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കുക, മറ്റൊരു എക്സാമ്പിൾ നമ്മുടെ 1, 3, 5, 7 ഇങ്ങനെ തുടർന്നു പോകുന്ന ഒരു ശ്രേണി നോക്കുക. 1 2 കൂട്ടി 3, 3 2 കൂട്ടി 5, 5 2 കൂട്ടി 7. അപ്പൊ അവിടെ പൊതുവായിട്ട് 2 എന്ന് പറയുന്ന ഒരു നമ്പറാണ് ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? സമാന്തര ശ്രേണിയാണ് എന്ന് പറയാൻ പറ്റും. അതേ സമയത്ത് 1, 2ന്റെ ക്യൂബായിട്ട് വരുന്ന 8, 3ന്റെ ക്യൂബായിട്ട് വരുന്ന 27, 4ന്റെ ക്യൂബായിട്ട് വരുന്ന 64 ഇങ്ങനെ ഒരു ശ്രേണി ഞാൻ ഫോം ചെയ്യുകയാണ്. അതായത് തൊട്ടടുത്തുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ ക്യൂബ് എടുത്തുകൊണ്ട് ഒരു ശ്രേണി ഫോം ചെയ്യുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് പറയാം ഇതൊരു ശ്രേണിയാണ്, ഇതൊരു സീരീസ് ആണ്, അത് ഫോം ചെയ്തിരിക്കുന്ന ഒരു ലോജിക് ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ ഇതൊരു സമാന്തര ശ്രേണിയാണോ? അല്ല. പൊതുവായിട്ടുള്ള ഒരു നമ്പർ കൂട്ടിയിട്ടോ കുറച്ചിട്ടോ അല്ല ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് എന്തല്ല? സമാന്തര ശ്രേണി അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്താണ് ശ്രേണി, എന്താണ് സമാന്തര ശ്രേണി എന്നൊരു ഡിഫറൻസ് ആണ് നമ്മളിവിടെ തുടക്കത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു 1 എന്ന് പറയുന്നത് എന്താണ്? സമാന്തര ശ്രേണിയാണ്. പക്ഷെ ഇതൊരു സമാന്തര ശ്രേണി അല്ല. അതേസമയത്ത് ഇത് നോക്ക്, 9.8, 19.6, 29.4, 39.2 എന്നിങ്ങനെ തുടർന്നു പോകുന്ന ഒരു ശ്രേണിയാണ്.
അത് 9.8 എന്ന് പറയുന്ന പൊതുവായിട്ടുള്ള ഒരു നമ്പർ കൂട്ടിക്കൂട്ടിയാണ് ആ ശ്രേണി ഫോം ചെയ്തിരിക്കുന്നത്. 9.8നോട് 9.8 കൂട്ടിയപ്പോൾ 90.6 കിട്ടി. 90.6നോട് 29.4 കിട്ടാനായിട്ട് വീണ്ടും 9.8 കൂട്ടി. അതായത് ഇവിടെ ഡിഫറൻസ് ഏത് തൊട്ടടുത്ത നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്താലും, അതായത് ഈ 19.6ഉം 9.8ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുത്താലും, 29.4ഉം 19.6ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുത്താലും, 39.2ഉം 29.4ഉം തമ്മിലുള്ള ആ തൊട്ടടുത്ത നമ്പറുകളുടെ ഡിഫറൻസ് എടുത്താലും നമുക്ക് കിട്ടുന്ന പൊതുവായിട്ടുള്ള ആ ഡിഫറൻസ് എന്ന് പറയുന്നത് തുല്യമായിരിക്കും. അതായത് ഇവിടെ അത് 9.8 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? സമാന്തര ശ്രേണി എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെയോ 1, 8, 27, 64 അതൊരു ശ്രേണിയാണ്. പക്ഷെ അതെന്തല്ല, ഒരു സമാന്തര ശ്രേണി അല്ല എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പൊ ഈ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇത്തരത്തിലുള്ള എക്സാമ്പിളുകൾ നൽകിക്കൊണ്ടാണ് SCR ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് സമാന്തര ശ്രേണി, എന്താണ് ശ്രേണി, ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം സമാന്തര ശ്രേണി എന്താണ്, ശ്രേണി എന്താണ്, ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുക എന്നതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തതിലേക്ക് വരാം. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണ്. നമ്മളിപ്പോ എന്താണ് ശ്രേണി, എന്താണ് സമാന്തര ശ്രേണി എന്നൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ആദ്യ പദം, എന്താണ് പൊതുവ്യത്യാസം എന്നതാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മളൊരു ശ്രേണി ഇവിടെ എഴുതിയിരിക്കുകയാണ്. അതൊന്ന് മാറ്റി എഴുതാം. 5, 5, 10, 15, 20, 25 ഇങ്ങനെ തുടർന്നു പോകുന്ന ഒരു ശ്രേണി എഴുതിയിരിക്കുന്നു. ഇത് സമാന്തര ശ്രേണിയാണോ? നോക്കുക, 10ഉം 5ഉം തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസ് എന്താണ്? 5 ആണ്. 15ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. അതായത് നമുക്ക് പറയാൻ പറ്റും അവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് പറയാം തന്നിരിക്കുന്ന ഈ ഒരു ശ്രേണി എന്താണ്? ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഈ ശ്രേണിയിലെ ഈ ഒന്നാമത് നൽകിയിരിക്കുന്ന ഈ 5 എന്ന് പറയുന്നത് ഒന്നാം പദം, അത് നമ്മളിവിടെ N1 എന്ന് എടുക്കാം. ഇനി 10 എന്ന് പറയുന്നത് നമ്മൾ എന്തെന്നാ പറയുന്നത്? രണ്ടാമത്തെ പദം എന്നാണ് പറയുക. ഈ 15 എന്ന് പറയുന്ന ആ ശ്രേണിയിലെ മൂന്നാമത്തെ പദം എന്നാണ് പറയുക. അതേപോലെ തന്നെ 20 എന്ന് പറയുന്ന നാലാമത്തെ പദം, അഞ്ചാമത്തെ പദം, അങ്ങനെ തുടർന്ന് അവസാനം ഒരു പദം ഉണ്ടായിരിക്കും. അതിനെ TN എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതായത് അത് n-ാമത്തെ പദമാണെന്ന് പറയാം. അതായത് ഇപ്പൊ 100ാമത്തെ പദം എന്ന് പറഞ്ഞാൽ ആ TN എത്രയാണ്? 100ാമത്തെ പദമാണ്. ഇനി 20ാമത്തെ പദം എന്ന് പറഞ്ഞാൽ ആ TN എന്ന് പറയുന്ന എത്രാമത്തെയാണ്? 20ാമത്തെ പദമാണ്. 200ാമത്തെ പദം എന്ന് പറഞ്ഞാൽ ഈ TN എന്ന് പറഞ്ഞാൽ എന്താണ്? 200ാമത്തെ പദമാണ്. ആ ഒരു രീതിയിലാണ് TN എന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒന്നാമത് നൽകിയിരിക്കുന്ന ഈ S5 എന്ന് പറയുന്നത്, ഒന്നാമത് നൽകിയിരിക്കുന്ന ഈ 5 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു ശ്രേണിയുടെ ആദ്യ പദം എന്ന് പറയുന്നത്. അത് നമ്മൾ A എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ കൊണ്ടോ SCRT ടെക്സ്റ്റ് ബുക്കിൽ F എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ കൊണ്ടുമാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? A എന്ന് പറയുന്നത് എന്താണ്? ഒന്നാം പദമാണ്. 5, 10, 15, 20, 25 എന്ന് തുടരുന്ന ഈ ശ്രേണിയുടെ ഒന്നാം പദം അല്ലെങ്കിൽ ആദ്യ പദം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന 5. അതിന് A എന്നും അല്ലെങ്കിൽ SCRT ടെക്സ്റ്റ് ബുക്കിൽ സ്മോൾ ലെറ്റർ F എന്നുമാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ A എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഏതാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഓർത്തിരിക്കേണ്ട എന്താണ് ആദ്യ പദം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് പൊതുവ്യത്യാസം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പൊതുവ്യത്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ശ്രേണി ഇപ്പൊ 10ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണെന്ന് നമുക്കറിയാം. അതേപോലെ 10ഉം 15ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 ആണെന്ന് നമുക്കറിയാം. അതേപോലെ 20ഉം 15ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. അപ്പൊ ഇവിടെ എന്താണ്? തൊട്ടടുത്തുള്ള ഈ ശ്രേണിയിലെ തൊട്ടടുത്തുള്ള രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്തെന്ന് പറയുന്നത് പൊതു വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് രണ്ടാമത്തെ പദം ഇവിടെ N2 ആയിട്ട് എടുക്കാം, കുറയ്ക്കണം. ഒന്നാമത്തെ പദം അതായത് N1 ആയിട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? പൊതുവ്യത്യാസമായ D നമുക്ക് കിട്ടും. അപ്പൊ ആ പൊതുവ്യത്യാസത്തെ സൂചിപ്പിക്കുന്ന ആ ഒരു ലെറ്റർ ആണ് സ്മോൾ ലെറ്റർ D എന്ന് പറയുന്നത്. അതായത് തൊട്ടടുത്തുള്ള രണ്ട് നമ്പറുകൾ അത് എപ്പോഴും എങ്ങനെ കൂട്ടണം? ഇവിടെയുള്ള ഈ രണ്ടാമത്തെ പദം കുറയ്ക്കണം ഒന്നാമത്തെ പദം, അല്ലെങ്കിൽ മൂന്നാമത്തെ പദം കുറയ്ക്കണം രണ്ടാമത്തെ പദം, അല്ലെങ്കിൽ നാലാമത്തെ പദം കുറയ്ക്കണം മൂന്നാമത്തെ പദം. അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള പദങ്ങളുടെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഡിഫറൻസിലായിരിക്കും ഈ സീരീസ് ഫോം ചെയ്തിരിക്കുന്നത്. അത് തുല്യമായിരിക്കും. അതിനെയാണ് നമ്മൾ പൊതുവ്യത്യാസം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്.
ഒരു സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടേമുകൾ പരിചയപ്പെട്ടു. ആദ്യ പദം അത് സ്മോൾ ലെറ്റർ എ അല്ലെങ്കിൽ എഫ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അതേപോലെ തന്നെ പൊതുവ്യത്യാസം ഡി എന്താണെന്നും പരിചയപ്പെട്ടു. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഈ ക്ലാസ്സിൽ എന്താണ് സമാന്തര ശ്രേണിയും ശ്രേണിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പരിചയപ്പെട്ടു. ഒരു സമാന്തര ശ്രേണിയിലെ പദം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും പരിചയപ്പെട്ടു. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം എന്നാൽ എന്താണെന്ന് പരിചയപ്പെട്ടു. ഒരു സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം എന്നാൽ എന്താണെന്നും പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി നോക്കുക, ഒരു റിലേഷൻ ആണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. എ ബി സി എന്നിവ ഈ പറയുന്ന സമാന്തര ശ്രേണിയിലെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയാം. അതായത് സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ മൂന്ന് സംഖ്യകളാണെങ്കിൽ അതിൽ ഈ പറയുന്ന സി ബി എന്ന് പറയുന്ന എന്തായിരിക്കും? എ പ്ലസ് സി ബൈ 2 എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ട്. അതായത് 1 2 3 4 5 ഇങ്ങനെ തുടർന്നു പോകുന്ന ഒരു ശ്രേണി ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ തുടർച്ചയായിട്ടുള്ള മൂന്ന് നമ്പറുകളാണ് 1 2 3 എന്ന് പറയുന്നത്. അതിൽ ഈ 2 എന്ന് പറയുന്നത് എന്താണ്? 1 + 3 ബൈ 2 ചെയ്താൽ കിട്ടും. 1 + 3 എത്രയാ? 4 ബൈ 2 ചെയ്താൽ നമുക്ക് ആ മിഡിൽ നമ്പർ കിട്ടും. അതായത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ, ചില പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു റിലേഷൻ ആവശ്യമായിട്ട് വരും. നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യുന്നു. അപ്പൊ എ ബി സി എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ മൂന്ന് നമ്പറുകളാണ്. എവിടെയെങ്കിലും ഉള്ള നമ്പർ പോരാ, തുടർച്ചയായ മൂന്ന് നമ്പറുകളാണ്. ഉദാഹരണമായിട്ട് 5 7 9 ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് വിചാരിക്കുക. ഇതൊരു സമാന്തര ശ്രേണി തന്നെയാണ്. 5നോട് 2 കൂട്ടി 7, 7നോട് 2 കൂട്ടി 9. അപ്പൊ തുടർച്ചയായിട്ടുള്ള മൂന്ന് നമ്പറാണ്. അപ്പൊ ഈ 5 + 9 5 + 9 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 14 ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഈ മിഡിൽ നമ്പർ നമുക്ക് കിട്ടി. അപ്പൊ ഈ ഒരു റിലേഷൻ ഓർത്തിരിക്കുക. ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ മൂന്ന് സംഖ്യകൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ആ മിഡിൽ നമ്പർ എന്ന് പറയുന്നത് ഒന്നാമത്തെ സംഖ്യ കൂട്ടണം മൂന്നാമത്തെ സംഖ്യ ബൈ 2 ചെയ്താൽ കിട്ടുമെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് നമുക്ക് പല സാഹചര്യങ്ങളിലും നമുക്ക് ഈ ഒരു റിലേഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതുകൊണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്, ഇവിടെ ഒരു ചോദ്യമാണ്, SCERT പറയുന്നതാണ്, സമാന്തര ശ്രേണി അല്ലാത്തത് ഏത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചോദ്യമാണെങ്കിൽ പരീക്ഷയ്ക്ക് തരാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഒറ്റ സംഖ്യകളുടെ ശ്രേണി സമാന്തര ശ്രേണിയാണോ? അപ്പൊ നിങ്ങളൊന്ന് നോക്കുക. ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ എന്തുവാ? 1 വരും, അതിനുശേഷം 3 വരും, പിന്നെ 5 വരും, 7 വരും, ഇങ്ങനെ തുടർന്നു പോകുന്നതല്ലേ ഒറ്റ സംഖ്യ. അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലാത്ത എല്ലാ നമ്പറുകളും ഒറ്റ സംഖ്യ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെന്താണ്? ഇരട്ട സംഖ്യ. അപ്പൊ ഇവിടെ എന്താണ്? ഒറ്റ സംഖ്യകളുടെ ശ്രേണി എന്താണ്? ഒരു സമാന്തര ശ്രേണിയാണോ? നോക്കുക. 1നോട് 2 കൂട്ടി 3, 3നോട് 2 കൂട്ടി 5, 5നോട് 2 കൂട്ടി 7. അപ്പൊ അവിടെ എന്താണ്? ഒരു തുല്യമായിട്ടുള്ള 2 എന്ന് പറയുന്ന നമ്പർ കൂട്ടി 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 പോവല്ലേ? അപ്പൊ ഇതൊരു സമാന്തര ശ്രേണിയാണ്. അപ്പൊ ഇത് ശരിയാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന സമാന്തര ശ്രേണി അല്ലാത്തത് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇത് നമ്മുടെ ഉത്തരത്തിൽ വരത്തില്ല. സമാന്തര ശ്രേണിയാണെന്ന് കണ്ടെത്തി. ഇനി ഇരട്ട സംഖ്യകളുടെ ശ്രേണി, ഒറ്റ സംഖ്യകളുടെ ശ്രേണി സമാന്തര ശ്രേണി ആണെങ്കിൽ പിന്നെ ഇരട്ട സംഖ്യകളുടെ ശ്രേണിയും സമാന്തര ശ്രേണി അല്ലേ? 2 4 6 8 ഇങ്ങനെ തുടർന്നു പോകുന്ന ശ്രേണി. 2നോട് 2 കൂട്ടി 4, 4നോട് 2 കൂട്ടി 6, 6നോട് 2 കൂട്ടി 8. അപ്പൊ ഇത് എന്ത് തന്നെയാണ്? സമാന്തര ശ്രേണിയാണ്. ഇത് നമ്മുടെ ഉത്തരത്തിൽ വരത്തില്ല. ഇനി ഒറ്റ സംഖ്യകളുടെ പകുതിയായ ഭിന്നസംഖ്യകളുടെ ശ്രേണി എന്നാ പറയുന്നത്. ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ ഏതാ? 1, അതിന്റെ പകുതി. അപ്പൊ 1/2. പിന്നെ അടുത്ത് 3, 3/2. ഇനി 5, 5/2. അതിന്റെ ശ്രേണിയാണ് ഉദ്ദേശിക്കുന്നത്. ഒറ്റ സംഖ്യകളുടെ പകുതിയായ ഭിന്നസംഖ്യകളുടെ ശ്രേണി. അപ്പൊ ഇവിടെ നോക്കുക, ഈ 1/2 3/2. അപ്പൊ നമ്മൾ നോക്കണം ഇത് എന്താണ്? സമാന്തര ശ്രേണിയാണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 3/2 മൈനസ് 1/2. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2/2 അല്ലെ? 2/2 എന്ന് പറഞ്ഞാൽ 1 കിട്ടി. ഇനി തൊട്ടടുത്ത് 5/2 മൈനസ് 3/2 ചെയ്താലോ? അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? 1 ആ കിട്ടുക. 5/2 മൈനസ് 3/2 2/2 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അവിടെ ഡിഫറൻസ് എന്താണ്? സെയിം ആയില്ലേ? അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഒറ്റ സംഖ്യകളുടെ പകുതിയായ ഭിന്നസംഖ്യകളുടെ ശ്രേണിയും എന്താണ്? സമാന്തര ശ്രേണി തന്നെയാണെന്ന് കിട്ടി. അപ്പൊ ഇവിടെ 1 2 3 നമ്മുടെ ഉത്തരത്തിൽ വരാൻ പറ്റില്ല. ഇനി 2ന്റെ കൃതികളുടെ ശ്രേണി എന്നാണ്, 2ന്റെ പവറിന്റെ ശ്രേണി. അതായത് 2/1 എന്ന് പറയുമ്പോൾ 2 ആ, 2/2 എന്ന് പറയുമ്പോൾ 4 ആ, 2/3 എന്ന് പറയുമ്പോൾ 8 ആ, 2/4 എന്ന് പറയുമ്പോൾ 16 ആണ്. ഇതൊരു സമാന്തര ശ്രേണിയാണോ? അല്ലല്ലോ. 2ഉം 4ഉം
4 - 2 ചെയ്താൽ 2 കിട്ടി, 8 - 4 ചെയ്താൽ 4 കിട്ടി, 16 - 8 ചെയ്താൽ 8 കിട്ടി. അപ്പോൾ ഡിഫറൻസ് എന്താണ്? വ്യത്യസ്തമാണ്. ഇതൊരു ശ്രേണിയാണ്, പക്ഷെ ഇതെന്തല്ല, ഒരു സമാന്തര ശ്രേണിയല്ല. അപ്പൊ അവിടെ 4 നമ്മുടെ ഉത്തരത്തിൽ വരേണ്ടത്. അപ്പൊ ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ പോകുന്ന പരീക്ഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എന്താണ് സമാന്തര ശ്രേണി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇനി അടുത്ത ചോദ്യം നോക്കുക. സമാന്തര ശ്രേണിയിൽ വിട്ടുപോയ സംഖ്യകൾ കണ്ടെത്തുക എന്നതാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു സമാന്തര ശ്രേണിയാണ്. അതിൽ ഒന്നാമത്തെ പദം വിട്ടുപോയിട്ടുണ്ട്. ഇനി അടുത്ത ഇവിടെ നൽകിയിരിക്കുന്നത് 24 - 42 ആണ്. 24 - 42, പിന്നെ അതിനുശേഷം വരുന്ന ഈ ഒരു സംഖ്യയും എന്ത് ചെയ്യാണ്? വിട്ടുപോയിട്ടുണ്ട്. അത് രണ്ടും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു സമാന്തര ശ്രേണി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻസ് എപ്പോഴും തുല്യമായിരിക്കും, തൊട്ടടുത്ത 2 നമ്പറുകൾ എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ 42ഉം 24ഉം തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം എടുക്കുക. 42ഉം അതുപോലെ തന്നെ 24ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് 18 എന്ന് കിട്ടും. അതായത് ഈ തന്നിരിക്കുന്ന 24ഉം എയും തമ്മിലുള്ള ഡിഫറൻസ് 18 ആയിരിക്കും. 42ഉം ബിയും തമ്മിലുള്ള ഡിഫറൻസും 18 ആയിരിക്കും എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ 24 കുറയ്ക്കണം 18, അതായത് നമുക്ക് അവിടെ 6 എന്നാണ് കിട്ടുക. ബി എന്ന് പറഞ്ഞാൽ 42 കൂട്ടണം 18, നമുക്ക് അവിടെ 60 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ എന്റെ വാല്യൂവും അതേപോലെ തന്നെ ബിന്റെ വാല്യൂവും നമുക്ക് ലഭിച്ചു. ഈ ഒരു രീതിയിലാണ് നമുക്ക് ചോദ്യങ്ങൾ തരുമ്പോൾ നമ്മൾ വിട്ടുപോയ നമ്പറുകൾ ഈ പറയുന്ന സമാന്തര ശ്രേണിയിൽ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ ഇതൊക്കെ SCRT ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്റെ സ്ഥാനത്ത് 6 എന്ന് കിട്ടി, ബിന്റെ സ്ഥാനത്ത് 60 എന്ന് കിട്ടി. ഇനി നമ്മൾ അടുത്ത ഒരു ചോദ്യം നോക്കാം. ഇവിടെ നോക്കുക, ഈ ഒരു ചോദ്യം 24, അതിനുശേഷം എ എന്ന് തന്നിട്ടുണ്ട്, അതിനുശേഷം 42, പിന്നെ ബി എന്നാണ് തന്നിരിക്കുന്നത്. ഇതാണ് ആ ചോദ്യം. ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് കൃത്യമായിട്ട് നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ സമാന്തര ശ്രേണി അതിന് മുകളിൽ എഴുതിയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സമാന്തര ശ്രേണി ആണെങ്കിൽ ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ചോദ്യത്തിൽ എഴുതിയിട്ടുണ്ട്, സമാന്തര ശ്രേണിയാണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, ഒരിക്കൽ കൂടി വരാം. നമ്മളിവിടെ ഈ ഒരു ചോദ്യത്തിലേക്ക് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്ന ചോദ്യം നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ഒരു റിലേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താണ്? 24 പിന്നെ 42. അപ്പൊ 24, അതിനുശേഷം എ എന്ന് പറയുന്ന ആ നമ്പർ കണ്ടുപിടിക്കണം, പിന്നെ 42, പിന്നെ ബി എന്ന് പറയുന്ന ഈ നമ്പർ കണ്ടുപിടിക്കണം. തൊട്ട് മുമ്പ് ഈ 24ഉം 42ഉം അടുത്തായത് കൊണ്ട് തന്നെ 42 കുറയ്ക്കണം 24 ചെയ്തുകൊണ്ട് കോമൺ ഡിഫറൻസ് എടുത്തുകൊണ്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമായിരുന്നുവെങ്കിൽ ഇവിടെ അങ്ങനെ പറ്റത്തില്ല. പക്ഷെ നമ്മൾ പഠിച്ച ഒരു റിലേഷൻ ഉണ്ട്. തൊട്ടടുത്തുള്ള 3 നമ്പറുകൾ നമുക്കറിയാമെങ്കിൽ ഈ മിഡിൽ നമ്പർ എന്ന് പറയുന്നത് a+c/2 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ബി എന്ന് പറയുന്നത് a+c/2 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 3 നമ്പറുകൾ മാത്രം നമുക്ക് ഇങ്ങോട്ട് എടുത്താൽ തൊട്ടടുത്ത 3 നമ്പറുകളാണെന്ന് മനസ്സിലാക്കാം, എ മിഡിൽ നമ്പർ ആണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ 42 കൂട്ടണം 24, 42 കൂട്ടണം 24/2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് 6, 66/2 നമുക്കത് 33 എന്ന് കിട്ടും. അപ്പൊ എന്റെ വാല്യൂ കിട്ടിയല്ലോ, 33 ആണ്. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് എടുക്കാലോ. ഈ 33ഉം 24ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 33ഉം 24ഉം തമ്മിലുള്ള ഡിഫറൻസ് 7 ആണ്. 6 3 9 ആണെന്ന് കിട്ടി. 9 ആണ് ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ ബി എത്രയായിരിക്കും? 42നോട് 9 കൂട്ടിയാൽ കിട്ടുന്ന എത്രയാണ്? ബി എന്ന് പറയുന്നത് 51 ആണെന്നും കിട്ടും. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ച ഈ ഒരു റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള വിട്ടുപോയ നമ്പറുകൾ ഒരു സമാന്തര ശ്രേണിയിൽ കണ്ടുപിടിക്കുക. ഇതും SCRTയിലെ കാര്യങ്ങളാണ്. എല്ലാ SCRTയിലെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? 51ഉം അതേപോലെ തന്നെ 33ഉം. ആദ്യം നമ്മൾ ആ നമ്പർ എ എന്ന് പറയുന്ന നമ്പർ കണ്ടുപിടിച്ചു. നമ്മൾ തൊട്ടു മുമ്പ് പരിചയപ്പെട്ട റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിനുശേഷം നമ്മൾ ഡി കണ്ടുപിടിച്ച് ബി എന്ന് പറയുന്ന നമ്പറും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരാം. 5, 10, 15, 20, 25 എന്ന് തുടരുന്ന ഒരു സമാന്തര ശ്രേണി ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. SCRTയിൽ നമ്മൾ ഇത്ര നേരം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഡി കണ്ടുപിടിക്കാനുള്ള ഒരു സൂത്രവാക്യം നമ്മൾ പരിചയപ്പെട്ടു. എന്താണ്? 2ാം പദം കുറയ്ക്കണം 1ാം പദം, അല്ലെങ്കിൽ 3ാം പദം കുറയ്ക്കണം 2ാം പദം, അല്ലെങ്കിൽ 4ാം പദം കുറയ്ക്കണം 3ാം പദം. അതായത് തൊട്ടടുത്തുള്ള നമ്പറുകൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡി, അതായത് കോമൺ ഡിഫറൻസ് കിട്ടും, അല്ലെങ്കിൽ പൊതുവ്യത്യാസം കിട്ടുമെന്ന് പഠിച്ചു.
ഇപ്പൊ നമ്മുടെ കൈവശം ഒരു സമാന്തര ശ്രേണിയുണ്ട്. 5, 10, 15, 20, 25 എന്നിങ്ങനെ തുടരുന്ന ഒരു സമാന്തര ശ്രേണിയുണ്ട്. ഇതില് നമ്മുടെ ഈ പറഞ്ഞ ഈ 5 എന്ന് പറയുന്നത് ഒന്നാം പദമാണ്, 10 എന്ന് പറയുന്നത് രണ്ടാം പദമാണ്, 15 എന്ന് പറയുന്നത് മൂന്നാം പദമാണ്, 20 നാലാം പദമാണ്, 25 അഞ്ചാം പദമാണ് എന്ന് നമുക്കറിയാം. ഇവിടെ നമുക്ക് ഡി കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനായിട്ട് മറ്റൊരു മാർഗം പറയുകയാണ്. ഈ 25 കുറയ്ക്കണം 10, അതായത് ഏതെങ്കിലും രണ്ട് നമ്പർ, അതായത് 25ഉം 10ഉം എടുക്കാം, 20ഉം 15 എടുക്കാം, അല്ലെങ്കിൽ 20ഉം 5ഉം എടുക്കാം, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഡിവൈഡഡ് ബൈ എന്താണ്? ഈ 25ന്റെ പൊസിഷൻ ഏതാണ്? 5 ആണ്, 5. ഇനി ഈ 10ന്റെ പൊസിഷൻ ഏതാണ്? 2 ആണ്, -2. പ്രത്യേകം ശ്രദ്ധിക്കുക, 25 - 10 എന്നാണ് എടുക്കുന്നതെങ്കിൽ എപ്പോഴും നിങ്ങൾ ആ പൊസിഷനും സെയിം രീതിയിൽ എടുക്കണം. ഇനി നേരെ തിരിച്ച് 10 - 25 എന്നാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2 - 5 എന്ന് എടുക്കണം. മനസ്സിലായോ? അപ്പൊ ഇവിടെ 25 - 10 എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് 15 എന്ന് കിട്ടി. 5 - 2 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എത്ര എന്ന് കിട്ടി? 3 എന്ന് കിട്ടി. പൊതുവ്യത്യാസം 5 എന്ന് കിട്ടി. അപ്പൊ നോക്കാം, നമ്മുടെ ഈ ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 5 ആണ്. അപ്പൊ ഞാനിവിടെ പറഞ്ഞത് ഒരു സമാന്തര ശ്രേണി എടുത്തുകൊണ്ട് നിങ്ങളെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്തത്? രണ്ട് പദങ്ങൾ എടുത്തിരിക്കുന്നു, അവയുടെ ഡിഫറൻസ് ബൈ അവയുടെ സ്ഥാനത്തിന്റെ ഡിഫറൻസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പൊതുവ്യത്യാസം കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ 20 നമ്മളിപ്പോ 20 വെച്ചിട്ടൊന്ന് നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 20 വെച്ചിട്ടൊന്ന് നോക്കാം. ഡി കണ്ടുപിടിക്കാണ്. അപ്പൊ നമുക്ക് 20 കുറയ്ക്കണം, ഇതാ 5 എടുക്കാം. 5 ബൈ മനസ്സിൽ പറ 4ഉം 1ഉം ആണ് കുറയ്ക്കേണ്ടത്, അല്ലാതെ 1ഉം 4ഉം അല്ല, മറിച്ച് 4ഉം 1ഉം. എന്തുകൊണ്ടാ? 20 ആണ് ആദ്യം എടുത്തത്. നോക്ക്, 15 ബൈ 3 എന്താ? 5. പൊതുവ്യത്യാസം കിട്ടി. അപ്പൊ ഏത് രണ്ട് പദങ്ങളും എടുക്കാം. പദങ്ങൾ എടുക്കുമ്പോൾ ആ എടുക്കുന്ന രീതി തന്നെ വേണം ഡിനോമിനേറ്ററിൽ നമ്മൾ ആ സ്ഥാനം എടുക്കാൻ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു രീതി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റും. അതായത് സംഖ്യകളുടെ വ്യത്യാസം ബൈ സംഖ്യകളുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസം, അതാണ് ഡി എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ കണ്ടുപിടിക്കാം. ഇത് നമുക്ക് ചില പ്രോബ്ലംസിന് ആവശ്യമാണ്, അതുകൊണ്ടാണ് ഇവിടെ അത് പറയുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യും. നോക്കുക, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. 24 അത് കഴിഞ്ഞിട്ട് ഇതിനു മുമ്പൊക്കെ പറയും കേട്ടോ, അതായത് ഈ ഒരു ചോദ്യത്തിൽ പറയും തന്നിരിക്കുന്ന സമാന്തര ശ്രേണി എടുത്തു പറയും, ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് എടുത്തു പറയും. അപ്പൊ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഒരു സമാന്തര ശ്രേണിയാണ്. 24 അതിനുശേഷം ഒരു ബ്ലാങ്ക് ഇട്ടിരിക്കുന്നു, പിന്നെയും ബ്ലാങ്ക് ഇട്ടിരിക്കുന്നു, അവിടെയുള്ള നമ്പർ കണ്ടുപിടിക്കണം. പിന്നെ 42 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ്? 42 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ ആ രണ്ട് നമ്പറുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? തൊട്ട് മുമ്പ് നമുക്ക് ഇങ്ങനെയൊക്കെ വന്നപ്പോൾ അവിടെ നമ്മൾ ഈ പറയുന്ന 3 അടുത്തുള്ള നമ്പർ ആണെങ്കിൽ മിഡിൽ നമ്പറിനെ കണ്ടുപിടിക്കാനായിട്ട് ഒന്നാം പദവും മൂന്നാം പദവും കൂട്ടി ബൈ 2 ചെയ്താൽ മിഡിൽ നമ്പർ കിട്ടുമെന്ന് മനസ്സിലാക്കി വെച്ചു. പക്ഷേ ഇതൊന്നുമില്ലാതെ ഇങ്ങനെ നമ്മളോട് പറയുകയാണ് ഇതൊരു സമാന്തര ശ്രേണിയാണ്, അങ്ങനെയാണെങ്കിൽ എയും ബിയും നിങ്ങൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് നമ്മൾ പരിചയപ്പെട്ട ആ റിലേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് 42 ഇങ്ങോട്ട് എടുക്കുക, ഡി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. 42 എടുക്കുക, 24 എടുക്കുക, ഇത് തമ്മിൽ കുറയ്ക്കുക, ഡിവൈഡഡ് ബൈ സ്ഥാനങ്ങൾ നോക്ക്. ഈ 42 നാലാമത്തെ പൊസിഷനിലും 24 എന്താണ്? ഒന്നാമത്തെ പൊസിഷനിലുമാണ്. അപ്പോ അവിടെ നമുക്ക് 4 കുറയ്ക്കണം 1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. 3 42ഉം 24ഉം കുറയ്ക്കണം, അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടും? 18 എന്നാണ് കിട്ടുക. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 18 എന്ന് കിട്ടും. ഇത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 6 എന്നാണ് കിട്ടുക. അപ്പൊ ഡിന്റെ വാല്യൂ നമുക്കിപ്പോ 6 എന്ന് കിട്ടി. ഇനി നമുക്ക് സിമ്പിൾ അല്ലേ, ഈ 24നോട് 6 കൂട്ടിയാൽ എന്റെ സ്ഥാനത്ത് നമുക്ക് 30 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഈ 30നോട് 6 കൂട്ടിയാൽ 36 കിട്ടും. 36നോട് 6 കൂട്ടിയാൽ 42 കിട്ടും. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് തൊട്ടു മുമ്പ് നമ്മൾ പരിചയപ്പെട്ട ഈ ഒരു റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പൊ എന്താണ് സമാന്തര ശ്രേണി എന്ന് പഠിച്ചു. അതേപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് 3 നമ്പറുകൾ, തൊട്ടടുത്ത് വരുന്ന 3 നമ്പറുകൾ നമുക്ക് അറിയാമെങ്കിൽ അതിൽ ആ മിഡിൽ നമ്പർ കണ്ടുപിടിക്കാനുള്ള a+c/2 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഇതാ
ഡി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു രീതിയും കൂടെ നമ്മൾ പഠിച്ചിരിക്കുന്നു. അപ്പൊ സാധാരണ നമുക്കൊരു സമാന്തര ശ്രേണി തരികയാണെങ്കിൽ എന്താണ്, രണ്ടാം പദം കുറയ്ക്കണം ഒന്നാം പദം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡി കിട്ടും. അതേ സമയത്ത് അങ്ങനെയൊന്നും അല്ലാതെ ഈ ഒരു രീതിയിലാണ് നമ്മളോട് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത ഒരു ഇതിലേക്ക് വരാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC പരീക്ഷയിൽ ചോദിക്കുന്ന മറ്റൊന്നാണ് സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം എന്ന് പറയുന്നത്. സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം എന്ന് പറയുമ്പോൾ അത് ഒന്നെങ്കിൽ TN എന്ന രൂപത്തിലോ TN എന്ന രൂപത്തിലോ X എന്ന രൂപത്തിലോ ഒക്കെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് ആദ്യ പദം കൂട്ടണം n-1 ഇൻറ്റു ഡി എന്നതാണ് എണ്ണാം പദം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം. അതായത് ഒരിക്കൽ കൂടി പറയാം, TN ഈസ് ഈക്വൽ ടു ആദ്യ പദം കൂട്ടണം n-1 ഇൻറ്റു ഡി ആണ്. ഇതിൽ നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള രണ്ട് പദങ്ങളുണ്ട് ഇത്രയും നേരം പഠിച്ചത്. എ എന്ന് പറഞ്ഞാൽ ഞാനിനി പറഞ്ഞു തരുന്നില്ല, അത് ആദ്യ പദമാണെന്ന് നിങ്ങൾക്കറിയാം. ഡി എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ പറഞ്ഞു തരണോ, അത് പൊതുവ്യത്യാസമാണെന്നും നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ എന്തുവാണോ 20ാമത്തെ പദം ഈ സമാന്തര ശ്രേണിയിലേത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്നിന്റെ സ്ഥാനത്ത് 20 കൊടുക്കണം. തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയിൽ 100ാമത്തെ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്നിന്റെ സ്ഥാനത്ത് 100 കൊടുക്കണം. തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയിൽ 200ാമത്തെ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്നിന്റെ സ്ഥാനത്ത് 200 കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ എന്താണ്, ഞാൻ നിങ്ങളോട് പറയാണ്, ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്താണ് നമ്മുടെ എക്സാമ്പിൾ? 5, 10, 15 എന്ന് തുടരുന്ന ഒരു സമാന്തര ശ്രേണിയിലെ 51ാമത്തെ പദം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതാം. 5, 10, 15 എന്നിങ്ങനെ തുടർന്നു പോകുന്ന സമാന്തര ശ്രേണിയിലെ 51ാം പദം കണ്ടുപിടിക്കണം എന്ന് പറയാണ്. അപ്പൊ ഞാൻ തൊട്ടു മുമ്പ് TN എന്നല്ല ഇവിടെ എഴുതിയത്. അതൊന്നും പരീക്ഷയ്ക്ക് എഴുതണ്ട കേട്ടോ, ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് എന്ത് വന്നു? T51 എന്ന് പറഞ്ഞു. ഇനി ആദ്യ പദം കൂട്ടണം n-1 ഇൻറ്റു ഡി അല്ലേ നമ്മുടെ ഇക്വേഷൻ. ആദ്യ പദം 5 കൂട്ടണം എന്നിന്റെ സ്ഥാനത്ത് ഇതാ ഈ 51 കൊടുക്കണം. 51 കുറയ്ക്കണം 1 ചെയ്താൽ 50 കിട്ടും. ഡി എത്രയാണോ? 10 കുറയ്ക്കണം 5. അപ്പൊ നമുക്കിവിടെ 5 എന്ന് കിട്ടി. 50 ഇൻറ്റു 5 250. 250 പ്ലസ് ഈ 5 കൂടെ ചെയ്യുമ്പോൾ 255 എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ എണ്ണാം പദം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയിലെ എണ്ണാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഈ ഒരു ഇക്വേഷൻ പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. അതായത് ചിലപ്പോൾ സമാന്തര ശ്രേണിയിലെ എണ്ണാം പദം തരും. അതായത് ഇവിടെ ഇപ്പോൾ എണ്ണാം പദം നമുക്ക് 255 കിട്ടി. ഒരു സമാന്തര ശ്രേണി, ആ സമാന്തര ശ്രേണിയിലെ എണ്ണാം പദം 255 ആണ്. ഒരു സമാന്തര ശ്രേണിയിലെ എണ്ണാം പദം 255, അതായത് ഈ പറയുന്ന 51ാമത്തെ പദം 255 എന്ന് തന്നിട്ട് അതിന്റെ ആദ്യ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഈ ഒരു ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 5 ആണ്. ആ സമാന്തര ശ്രേണിയുടെ എത്രാമത്തെ പദമാണ് 255 എന്ന് ചോദിച്ചാലും ഈ ഒരു ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ അതൊന്നും കൂടെ ഒന്ന് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു സമാന്തര ശ്രേണി, ആ സമാന്തര ശ്രേണിയുടെ ചോദ്യം എങ്ങനെയാണ്? ആ ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാം പദം 5 എന്ന് കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ 255 എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണെന്നാണ് ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാം പദം 5 ആണ്. അങ്ങനെയാണെങ്കിൽ 255 എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണ്? നമുക്കറിയുന്ന ഇക്വേഷൻ എന്താണ്? TN ഈസ് ഈക്വൽ ടു A പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അതിൽ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. TN എന്ന് പറയുന്ന ഭാഗത്ത് നമുക്കറിയാം അത് 255 ആണ്. എ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 5 ആണ്. ഇനി നമുക്ക് ഈ ചോദ്യത്തിൽ എന്തും കൂടെ തരണം? പൊതുവ്യത്യാസം കൂടെ തരണം കേട്ടോ. അപ്പൊ പൊതുവ്യത്യാസം ഞാനിവിടെ 5 എന്നും കൂടെ തന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയാം, ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാം പദം 5 ആണ്. ആ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 5 ആണ്. ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാം പദം 5 ആണ്. ആ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 5 ആണ്. ഒപ്പം അതിന്റെ എണ്ണാമത്തെ പദം, അതായത് 255 എന്ന് പറയുന്ന നമ്പർ എത്രാമത്തെ പദമാണെന്ന് കണ്ടുപിടിക്കണം എന്നതാണ് നമ്മുടെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ 5 പ്ലസ് n-1 ഇൻറ്റു 5 എന്ന് കൊടുക്കാം. ഇത് നമ്മൾ സോൾവ് ചെയ്ത് ഈ
എന്നിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അതായത് ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 250 എന്നാകും. 250 ഈസിക്കൽ ടു n-1 ഇൻറ്റു 5 അല്ലേ. ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുവരും ബൈ 5 എന്നാകും. അപ്പൊ നമുക്ക് അവിടെ 50 എന്ന് കിട്ടി. 50 ഈസിക്കൽ ടു n-1. ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 50 + 1 n എന്ന് പറയുന്നത് 51 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണോ ചോദിക്കുന്നത് അത് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഞാൻ ആ ഒരു ഇക്വേഷൻ നമ്മൾ പഠിപ്പിക്കുന്ന Tn ഈസിക്കൽ ടു a + n-1 ഇൻറ്റു d എന്നാണ്. പക്ഷെ എന്താണ് അതിൽ ചിലപ്പോൾ നിങ്ങളോട് എന്താണ് ഈ പറയുന്ന 255 എന്ന് പറയുന്ന എത്രാമത്തെ പദമാണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഡിയും എന്നും അതുപോലെ തന്നെ ഈ Tn നൽകിയിട്ട് ഒന്നാം പദം കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പൊ അവിടെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷൻ വ്യത്യസ്ത രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നതാണ് ഇവിടെ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് വരാം. സമാന്തര ശ്രേണിയിൽ ആറാം പദം 67 എന്ന് കൊടുത്തിരിക്കുന്നു, മൂന്നാം പദം 34 എങ്കിൽ ഡി എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. എന്താണ്? ഒരു സമാന്തര ശ്രേണിയിൽ ആറാം പദം എത്രയാണ്? 67, മൂന്നാം പദം 34. അങ്ങനെയാണെങ്കിൽ ഡി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇവിടെ നമുക്ക് പല രീതിയിൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താം. ആദ്യം നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ച ആ രീതിയിലേക്കൊന്ന് വരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ആറാം പദം 67, അപ്പൊ 67 കുറയ്ക്കണം, മൂന്നാം പദമാണ് 34 ഡിവൈഡഡ് ബൈ, ഇനി എന്താണ്? 6 കുറയ്ക്കണം 3. തൊട്ടു മുമ്പ് പഠിച്ച രീതിയാണ് നമ്മൾ ഡി കണ്ടുപിടിക്കാനുള്ള രീതി. രണ്ട് നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം ബൈ അവയുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇവിടെ 67 കുറയ്ക്കണം 34 ചെയ്യുക. അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടി? 33 ഡിവൈഡഡ് ബൈ 6 - 3 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് അവിടെ പൊതു വ്യത്യാസം 11 എന്ന് കിട്ടി. 11 എന്ന് കിട്ടി. ഇനി നമ്മൾ ഇപ്പൊ പറഞ്ഞ രീതിയിൽ തൊട്ട് മുമ്പ് നമ്മൾ ഈ n-ാം പദം കണ്ടുപിടിക്കുന്ന ആ ഒരു ഇക്വേഷൻ പറഞ്ഞില്ലേ, ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ 6th ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? a + n-1 ആണ്. അപ്പൊ 6 - 1 ആണ്. അപ്പൊ 5d ദാറ്റ് ഈസ് ഈക്വൽ ടു 67 എന്ന് കിട്ടും. ഇനി അടുത്തത് a പ്ലസ് മൂന്നാം പദം എന്ന് പറയുമ്പോൾ 3 - 1, അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടും? 2d ഈസ് ഈക്വൽ ടു 34 എന്ന് കിട്ടും. ഇത് തമ്മിൽ കുറയ്ക്കുക, ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ കുറച്ച a - a എന്ന് പറയുമ്പോൾ 0 പ്ലസ് 5d - 2d എന്ന് പറയുമ്പോൾ 3d വരും. ഇത് കുറച്ച 67 - 34 ചെയ്താൽ 33 വരും. അതേ സമയത്ത് d എന്ന് പറയുന്ന അപ്പൊ എന്ത് കിട്ടും? 33/3 നമുക്ക് എന്ത് കിട്ടും? 11 എന്നും കിട്ടും. ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. കുറച്ചും കൂടെ എളുപ്പം ഈ ഒരു രീതിയാണ്. അപ്പൊ ആ ഒരു റിലേഷൻ ഓർത്ത് വെച്ചാൽ മതി. സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ എടുക്കുക, അത് തമ്മിൽ കുറയ്ക്കുക, അവയുടെ സ്ഥാനങ്ങൾ തമ്മിൽ കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം ഇവിടെ എടുത്ത ആറാം പദമാണെങ്കിൽ സ്ഥാനം 6 ആണ് ആദ്യം വരേണ്ടത്. ഇവിടെ ഞാൻ രണ്ടാമത് എടുത്തിരിക്കുന്നത് എന്താണ്? മൂന്നാം പദമാണെങ്കിൽ രണ്ടാമത് വരേണ്ടത് 3 ആണ്. അത് തിരുത്തി നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ ഉത്തരം തെറ്റിപ്പോവും. അതായത് അവിടെ നമ്മുടെ വാല്യൂ മൈനസ് ആയിട്ട് പോവും, നമ്മുടെ ഉത്തരം തെറ്റിപ്പോവും. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു സമാന്തര ശ്രേണിയിൽ പൊതു വ്യത്യാസം കണ്ടുപിടിക്കുന്നത് ഒരു ചോദ്യം വന്നിരിക്കുന്നു. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? കണ്ടുപിടിക്കാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്നും കൂടെ ക്ലാസ് കാണുക. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ഇതൊക്കെ എപ്പോഴും PSC ചോദിക്കുന്നതാണ്, പഠിച്ചിരിക്കണം. 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ പറയുന്നതാണ്. ഇനി സമാന്തര ശ്രേണിയുടെ രണ്ടാം പദം 5ഉം അഞ്ചാം പദം 2ഉം ആയാൽ ആദ്യ പദം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ എന്താണ്? രണ്ടാം പദം 5, അഞ്ചാം പദം എന്താണ്? 2 എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? ആദ്യ പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യ പദം കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് എന്തു വേണം? ഈ പറയുന്ന കോമൺ ഡിഫറൻസ് നമുക്ക് വേണം, അല്ലെങ്കിൽ പൊതു വ്യത്യാസം നമുക്ക് വേണം. ഇവിടെ നമുക്ക് തൊട്ടു മുമ്പ് പറഞ്ഞ ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അതായത് ഇവിടെ നോക്കുക, അഞ്ചാം പദം എന്ന് പറയുന്ന 2 എന്ന് കൊടുത്തു, അത് ഞാൻ ഇവിടെ എടുത്തു 2 കുറയ്ക്കണം. രണ്ടാം പദം 5 എന്ന് കൊടുത്തിരിക്കുന്നു, 5 ബൈ. ഇനി എന്താണ്? ഞാൻ ഈ 2 എന്ന് പറയുന്നത് അഞ്ചാം പദമാണ്, 5 കുറയ്ക്കണം എന്താണ്? രണ്ടാം പദം. അപ്പൊ 2 കുറയ്ക്കണം 5 എന്ന് പറയുമ്പോൾ എന്താ? -3 ബൈ 5 കുറയ്ക്കണം 2 എന്ന് പറഞ്ഞാൽ എന്താ? 5 കുറയ്ക്കണം 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇത് ചെയ്താൽ നമുക്ക് -1 എന്നാണ് കിട്ടുക. -1, അതായത് പൊതു വ്യത്യാസം ഡി എന്ന് പറയുന്നത് -1 എന്ന് നമുക്ക് ലഭിച്ചു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒന്നാം പദം, അതായത് ഒന്നാമത്തെ പദം a എന്ന് പറയുന്ന പദത്തോട് എന്താണ്? -1 കൂട്ടിയപ്പോഴാണ്
രണ്ടാം പദം കിട്ടിയിരിക്കുന്നതെന്നല്ലേ മനസ്സിലാക്കാൻ പറ്റുന്നത്. എ എന്ന് പറയുന്ന പദത്തോട് -1 കൂട്ടുമ്പോഴാണ് രണ്ടാം പദം കിട്ടുക. കാരണം എന്താ? പൊതു വ്യത്യാസമാണ് -1 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം രണ്ടാം പദത്തോട് -1 കൂട്ടിയാൽ മൂന്നാം പദം കിട്ടുമെന്ന് പറയാലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ രണ്ടാം പദം 5 എന്ന് തന്നിട്ടുണ്ടല്ലോ. രണ്ടാം പദം 5 എന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ a പ്ലസ് -1 ഈസ് ഈക്വൽ ടു എന്താ? 5 ആണ്. അങ്ങനെയാണെങ്കിൽ a എന്ന് പറഞ്ഞാൽ എന്തുവാ? 5 കൂട്ടണം 1, അതായത് 6 എന്ന് കിട്ടും. ഒന്നാം പദമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. എന്ത്? ഒന്നാം പദം. മനസ്സിലായോ? അതായത് 6 എന്ന് പറയുന്ന പദത്തോട് -1 ചെയ്താൽ തൊട്ടടുത്ത നമ്പറായ 5 കിട്ടി. 5നോട് മൂന്നാം പദം കിട്ടാൻ -1 ചെയ്യുന്നു. അപ്പൊ നമുക്ക് 4 കിട്ടി. 4നോട് 1 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടി? നാലാം പദമായ 3 കിട്ടി. 3നോട് വീണ്ടും 1 കുറച്ചപ്പോൾ നമുക്ക് അഞ്ചാം പദമായ 2 കിട്ടി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ കാര്യം തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ച ആ ഒരു ഡിഫറൻസ് കാണാനുള്ള ആ ഒരു റിലേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്തിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കാണുക, തീർച്ചയായിട്ടും മനസ്സിലാവും. ഇനി ഇത്തരത്തിൽ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു കാര്യം കൂടി ഓർക്കാം. ഈ ഒരു രീതി വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് ആ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു സമയം നമുക്ക് ലാഭിക്കാം. ഇവിടെ നോക്കുക, രണ്ടാം പദം അതായത് നമുക്ക് T2 എന്ന് എടുക്കാലോ. അതെന്ന് പറയുന്നത് 5 എന്ന് കിട്ടി. അതേപോലെ അഞ്ചാം പദം 2 എന്ന് കിട്ടി. അതായത് T5 എന്ന് പറയുന്നത് 2 എന്ന് കിട്ടി. നോക്കുക, ഇത് കണ്ടോ, ഇങ്ങനെയാ വന്നേക്കണേ പദം. ഇവിടെ അതിന്റെ ആ ഒരു വാല്യൂ കണ്ടോ, ഈ ഒരു രീതിയാണ് വന്നത്. അതായത് തിരിഞ്ഞു വന്നിരിക്കുകയാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ എപ്പോഴും അതിന്റെ കോമൺ ഡിഫറൻസ് -1 ആയിരിക്കും. അപ്പൊ നിങ്ങളോട് പറയാണ് മൂന്നാം പദം 7, അങ്ങനെയാണെങ്കിൽ ഏഴാം പദം 3. അപ്പൊ അതിന്റെ കോമൺ ഡിഫറൻസ് നിങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ടൊന്നും പോണ്ട, ഓർത്ത് വെച്ചേക്കുക, അത് -1 ആയിരിക്കും. ഇനി നിങ്ങളോട് പറയാണ് നാലാം പദം 9, ഒമ്പതാം പദം 4 എന്ന് പറയുകയാണെങ്കിൽ ഓർത്ത് വെച്ചേക്കുക, അതിന്റെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? അല്ലെങ്കിൽ ആ പൊതുവ്യത്യാസം എത്രയായിരിക്കും? -1 ആയിരിക്കും. അപ്പൊ നിങ്ങൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കേണ്ട ആ സമയം അവിടെ ലാഭിക്കാം. ഇനി ആ സമയത്ത് ഇത് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇപ്പൊ പറഞ്ഞ പോലെ പൊതുവ്യത്യാസം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? ഉത്തരത്തിലേക്ക് എത്തണം. അപ്പൊ ഇവിടെ നമ്മുടെ ആ ഒരു റിലേഷൻ ആണ്. ഇപ്പൊ T2 എന്ന് പറയുന്ന 5 ആണ്, T5 എന്ന് പറയുന്ന 2. ഇങ്ങനെ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പൊതുവ്യത്യാസം എന്തായിരിക്കും? -1 ആയിരിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇനി അടുത്തായിട്ട് നമ്മളിപ്പോ പഠിച്ച ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, Tn ഈസ് ഈക്വൽ ടു a പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പൊ ഞാനിവിടെ ഇക്വേഷൻ ഒക്കെ എഴുതുമ്പോൾ ആദ്യമായിട്ടൊക്കെയാണ് നിങ്ങൾ ഈ ഇക്വേഷൻ കാണുന്നതെങ്കിൽ ഒന്ന് എഴുതിയിട്ട് വീണ്ടും എഴുതിയിട്ട് പഠിക്കാൻ നോക്കണം. എങ്കിലേ ഇക്വേഷൻസ് ഒക്കെ മനസ്സിൽ വെക്കുള്ളൂ. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ ഒരു അടുത്ത നമ്മുടെ പരീക്ഷ പേപ്പർ എടുത്തു നോക്കിയോ, അവിടെ എല്ലാം ഇതിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. ഇത് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് LDC പരീക്ഷ ഉറപ്പിക്കാം. അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ എഴുതി പഠിക്കുക. അതേപോലെ തന്നെ ഈ ചോദ്യം സ്ക്രീനിൽ കാണുമ്പോൾ ഉത്തരം നോക്കാതെ സ്വന്തം ചെയ്യാം. അതിനുശേഷം മാത്രം ഞാൻ ചെയ്യുന്നത് ഇനി അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പസ് ചെയ്ത് വെച്ച് സ്വന്തമായിട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിന്റെ ഉത്തരത്തിലേക്ക് പോവാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? 13, 24, 35 എന്ന സമാന്തര ശ്രേണിയിലെ എത്രാം പദമാണ് 101? അപ്പൊ കൃത്യമായി വായിക്കണം. 101 പദമല്ല ചോദിച്ചത്, എത്രാം പദമാണ് 101 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കണോ, 13, 24, 35. ഇവിടെ ഇങ്ങനെ പോയിട്ട് 101 എന്ന് പറയുന്ന ഒരു പദമുണ്ട്. അത് എത്രാമത്തെ പദമാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നോക്കുക, Tn ഈസ് ഈക്വൽ ടു a എത്രയാണോ? 13 പ്ലസ് n-1. n നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കാൻ പോവാണ്. ഈ ഡിന്റെ സ്ഥാനത്ത് കോമൺ ഡിഫറൻസ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് എത്ര വരും? 13ഉം 24ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 11 ആണെന്ന് നമുക്കറിയാം, അല്ലെ? 11 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ Tn-ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാടോ? ഈ 101 കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? കാരണം എന്നാമത്തെ പദത്തിലുള്ള ആ വാല്യൂ നമുക്കറിയാം. അപ്പൊ Tn-ന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ഈ പറയുന്ന 101 എന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ 101 ഈസ് ഈക്വൽ ടു 13 പ്ലസ് n-1 ഇൻറ്റു 11 എന്ന് കിട്ടും. ഈ 13 എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? അപ്പൊ 101 കുറയ്ക്കണം 13 ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 88 എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു ഭാഗം എന്തായി? 88. 88 ഈസ് ഈക്വൽ ടു n-1 ഇൻറ്റു 11 കിട്ടി. അപ്പൊ n-1 എന്ന് പറഞ്ഞാൽ എന്താ? ആ 11 എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരും. അപ്പൊ 88/11 ആകും. 88/11 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 8 എന്നാണ് കിട്ടുക. 8 ഈസ് ഈക്വൽ ടു n-1. അപ്പൊ n എന്ന് പറഞ്ഞാൽ എന്തായി? ഈ -1 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ n എന്ന് പറഞ്ഞാൽ എന്തായി? 8 + 1 9 എന്ന് കിട്ടി. അപ്പൊ എത്രാമത്തെ പദമാണ് ഈ 101 എന്ന് പറയുന്നത്?
9ാമത്തെ പദമാണ്. അതായത് നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ച ഇക്വേഷനിൽ Tn ഈസ് ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ തൊട്ടു മുമ്പ് ആ n-ാമത്തെ പദമായിരുന്നു കണ്ടുപിടിക്കാൻ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇവിടെ n-ാമത്തെ പദവും തന്നു, ആദ്യ പദവും തന്നു, കോമൺ ഡിഫറൻസും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ n-ാമത്തെ പദം വരുന്ന പൊസിഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സ്വന്തം കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. 9ാമത്തെ പൊസിഷനിലാണ് 101 വരുന്നത്. ഇനി നമ്മുടെ അടുത്തത് ഇങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കാം. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന മൂന്നക്ക സംഖ്യകളുടെ എണ്ണം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന മൂന്നക്ക സംഖ്യകളുടെ എണ്ണം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൂന്നക്ക സംഖ്യ എന്ന് പറയുമ്പോൾ 100 മുതൽ 999 വരെയല്ലേ. സ്വന്തമായിട്ട് ചെയ്ത് നോക്കണേ, അതിനുശേഷം മാത്രം ഞാൻ ചെയ്യുന്ന ഉത്തരത്തിലേക്ക് വരിക, എങ്കിലേ നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളിവിടെ ഒന്നാമത്തെ പദം മൂന്നക്കമുള്ള 100 എടുത്തു. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 100/7 ചെയ്യണം. 100/7 ചെയ്യണം. 100/7 ചെയ്യുമ്പോൾ ഒരു വട്ടം, ഇവിടെ 7, പിന്നെ 30ന്റെ കേസിൽ 4 വട്ടം, അതായത് 28. ശിഷ്ടം നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. ശിഷ്ടം നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാലോ, തൊട്ടടുത്ത നമ്പർ ആയിട്ടുള്ള 101 വരുമ്പോൾ ശിഷ്ടം എന്തായി? 3 എന്ന് കിട്ടും, ഇല്ലേ? 101 വരുമ്പോൾ ശിഷ്ടം എന്തായി? 3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് പറയാം ഒന്നാമത്തെ പദം, ആ ഒരു സീരീസിലെ ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് 101 ആണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാണോ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഈ പറയുന്ന 999 ആണ് മൂന്നക്ക സംഖ്യയിൽ വരുന്ന 999 ആണ് മൂന്നക്ക സംഖ്യ വരുന്ന ഏറ്റവും അവസാനത്തെ നമ്പർ. അപ്പൊ നമ്മൾ അവസാനത്തെ 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 കിട്ടുന്ന നമ്പർ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ 999 നമ്മൾ എന്ത് ചെയ്യണം? 7 കൊണ്ട് ഹരിക്കണം. അപ്പൊ നമുക്ക് 1, അപ്പൊ ഇവിടെ 7 കിട്ടി, ഇവിടെ 29, 4 വട്ടം, അപ്പൊ 28ആയി. ഇനി ഇവിടെ 19 അല്ലേ? 19 എന്ന് പറയുമ്പോൾ 2 വട്ടം, നമുക്ക് ഇവിടെ 14 കിട്ടി. ശിഷ്ടം എന്താണ്? 5 ആണ്. ശിഷ്ടം എന്താണ്? 5 ആണ്. പക്ഷെ നമുക്ക് വരേണ്ടത് എന്താണ്? 3 ആണ്. അപ്പൊ ഈ 5നെ 3 ആക്കാൻ വേണ്ടിയിട്ട് 2 കുറച്ചു, അല്ലെ? 5നെ 3 ആക്കാൻ വേണ്ടി 2 കുറയ്ക്കുമ്പോൾ ഈ 999നോടും 2 കുറയ്ക്കുക. 999നോട് 2 കുറച്ചാൽ ഇവിടെ നമുക്ക് nth ടേം എന്ന് പറയുന്നത് 997 എന്ന് കിട്ടും. 997 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എന്താണ്? നമുക്കിപ്പോ ഒന്നാം പദവും കിട്ടി, നമുക്കിപ്പോ എന്തും കിട്ടി? nth ടേമും കിട്ടി. ഇതിന്റെ ഡിഫറൻസ് എത്ര തന്നെയായിരിക്കും? 7 തന്നെയായിരിക്കും. ഇതിന്റെ ഡിഫറൻസ് എത്ര തന്നെയായിരിക്കും? 7 തന്നെയായിരിക്കും. 7 കൊണ്ട് ഹരിക്കുമ്പോൾ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്ത് തന്നെയായിരിക്കും? 7 തന്നെയായിരിക്കും ആ ഒരു സീരീസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇക്വേഷൻ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈസ് ഈക്വൽ Tn എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ഇല്ലേ, Tn എന്ന് പറയുന്ന ഇക്വേഷൻ, ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? n-ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് ഈ പറയുന്ന 997 എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണെന്ന് കണ്ടുപിടിക്കാം. അതായിരിക്കും എന്ത്? ഈ പറയുന്ന മൂന്നക്ക നമ്പറിൽ 3 ശിഷ്ടം വരുന്ന, 7 കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം വരുന്ന നമ്പറുകളുടെ എണ്ണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കുക, അപ്പൊ ഇവിടെ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു Tn എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ ഇതെന്ന് പറയുന്നത് 997 ആണ്, a എന്ന് പറയുന്നത് 101 ആണ്, പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ 7 ആണ്. ഇനി നമ്മൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ 997 കുറയ്ക്കണം, 101 എന്നാണ് വരിക. അപ്പൊ ഇവിടെ 6 വരും, 9 വരും, ഇവിടെ നമുക്ക് 896 എന്ന് വരും. അപ്പൊ n മൈനസ് 1 ഇൻറ്റു 7 ഈസ് ഈക്വൽ ടു 896 ആണ്. അപ്പൊ ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യണം, 7 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം, 896 7 വെച്ച് ചെയ്താൽ ഒരു വട്ടം, 19 എടുക്കുകയാണെങ്കിൽ അവിടെ 2 വട്ടം 14, പിന്നെ 56 എന്ന് പറയുമ്പോൾ 8, 128 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് n മൈനസ് 1 ഈസ് ഈക്വൽ ടു 128, n എന്ന് പറയുമ്പോൾ 129 എന്ന് കിട്ടും. അപ്പൊ അതിനർത്ഥം എന്താണ്? മൂന്നക്ക സംഖ്യയിൽ, അതായത് 100 മുതൽ 999 വരെ എടുക്കുകയാണെങ്കിൽ 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 കിട്ടുന്ന എത്ര നമ്പറുകളുണ്ട്? 129 നമ്പറുകളുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. എത്ര നമ്പറുകളുണ്ട്? 129 നമ്പറുകളാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുമ്പോഴും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമെന്നാണ് നമ്മൾ ഇവിടെ നിഗമനത്തിൽ എത്തിച്ചേരേണ്ടത്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ കാണണം. ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ ഈ സ്ക്രീനിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തിലേക്ക് വരാം. സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമാണ്.
പലപ്പോഴും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കും, ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതാനായിട്ട് ചോദിക്കും. അതായത് നമുക്ക് ആ ബീജഗണിത രൂപം നോക്കിക്കഴിഞ്ഞാൽ ആ സമാന്തര ശ്രേണിയുടെ ഏത് പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ആ ബീജഗണിത രൂപത്തിലേക്ക് ആ സമാന്തര ശ്രേണിയുടെ പൊസിഷൻ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കുക, 3, 7, 11, 15 എന്ന് പറയുന്ന ഒരു സമാന്തര ശ്രേണി തന്നിരിക്കുന്നു. 3, 7, 11, 15 എന്ന് പറയുന്ന ഒരു സമാന്തര ശ്രേണി തന്നിരിക്കുന്നു. ഇതിന്റെ ബീജഗണിത രൂപം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താണ്? Tn = a + n - 1 × d എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അതിൽ എന്റെ സ്ഥാനത്ത് നമുക്ക് എന്തെന്ന് കൊടുക്കാൻ പറ്റും? 3 എന്ന് കൊടുക്കാൻ പറ്റും. n - 1 × d എത്രയാണ്? 7 കുറയ്ക്കണം 3, അതായത് നമുക്ക് അവിടെ 4 എന്ന് കിട്ടുന്നു. ഇനി 3 + 4n ഇതിനെ ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 4n - 4, അതായത് ഇതിനുള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4 വരും. ഇനി 3 - 4 എത്രയാ? 3 - 4 ആണ്. അപ്പൊ -1 എന്നാണ് വരിക. അതായത് 4n - 1 ആണ് എന്തെന്ന് പറയുന്നത്? Tn = 4n - 1 ആണ് ഈ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ഈ ഓപ്ഷനിൽ ഇത്തരത്തിൽ കുറെ സാധനങ്ങൾ വരും. 4n + 1, 4n - 1 അങ്ങനെയൊക്കെ തരും. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഒരു സമാന്തര ശ്രേണി ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ ബീജഗണിത രൂപം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മുടെ ഓപ്ഷനിൽ നിന്ന് പിക്ക് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 1 എന്ന് പറയുന്നത്, ഈ 3 എന്ന് പറയുന്നത് ഒന്നാമത്തെ പൊസിഷനിലാണ് വരുന്നത്. അപ്പൊ ഈ എന്നിന്റെ സ്ഥാനത്ത് 1 എന്ന് കൊടുത്താൽ നമ്മുടെ ആ ഒരു ബീജഗണിത രൂപം 4n - 1 ആണ്. ആ എന്നിന്റെ സ്ഥാനത്ത് 1 എന്ന് കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടണം? 3 എന്ന് കിട്ടണം. അപ്പൊ 4 × 1 - 1 ചെയ്തപ്പോൾ എനിക്ക് 3 കിട്ടി. എന്നിന്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടണം? ഈ 7 കിട്ടണം. അപ്പൊ 4 × 2 8 - 1 ചെയ്താൽ 7 കിട്ടി. ഇനി എന്നിന്റെ സ്ഥാനത്ത് 3 എന്ന് കൊടുത്താൽ എനിക്ക് 11 കിട്ടണം. 4 × 3 12 കുറയ്ക്കണം 1 11 കിട്ടി. അപ്പൊ ഈ ഒരു രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഓരോ ഓപ്ഷനിലും പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ കാണാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം? ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതായത് ഓപ്ഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ 4n - 1 എന്ന് പറയുന്ന ആ ഒരു രൂപത്തിലേക്ക് എത്തണം. അത് എന്തിനാണ് ഗുണം ചെയ്യുന്നത്? ഈ എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ ആ ഒരു സമാന്തര ശ്രേണിയുടെ 1 കിട്ടും. എന്നിന്റെ സ്ഥാനത്ത് 2 കൊടുത്താൽ ആ സമാന്തര ശ്രേണിയുടെ രണ്ടാമത്തെ പദം കിട്ടും. എന്നിന്റെ സ്ഥാനത്ത് 50 കൊടുത്താൽ ആ സമാന്തര ശ്രേണിയുടെ 50ാമത്തെ പദം കിട്ടും. അതാണ് ബീജഗണിത രൂപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് 3, 7, 11, 15 എന്നിങ്ങനെ തുടർന്നു പോകുന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 4n - 1 എന്ന് കണ്ടെത്തി. അപ്പൊ അവിടെ എന്നിന്റെ സ്ഥാനത്ത് ഞാൻ 50 കൊടുത്താൽ 50 × 4 200 കുറയ്ക്കണം 1 199 ആയിരിക്കും ഈ ഒരു സമാന്തര ശ്രേണിയുടെ എന്താണ് 50ാമത്തെ പദം എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നിങ്ങളോട് പറയാണ് ഈ ഒരു സമാന്തര ശ്രേണിയുടെ 100ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 4 × 100 - 1 ചെയ്താൽ കിട്ടുന്ന 399 ആണെന്ന്. അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഈ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പോയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? എന്നിന്റെ സ്ഥാനത്ത് 1 2 3 എന്ന് കൊടുത്തുകൊണ്ട് സമാന്തര ശ്രേണിയിലെ നമ്പറുകൾ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തും ഉത്തരത്തിലേക്ക് എത്താമെന്നാണ് ഞാൻ പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു എക്സാമ്പിൾ ആണ് തൊട്ടടുത്ത് നൽകിയിരിക്കുന്നത്. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ ഒരു വട്ടം നല്ലോണം ഒന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആ മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ഈ സമാന്തര ശ്രേണിയുടെ 10ാം പദം 15ഉം, അപ്പൊ സമാന്തര ശ്രേണിയുടെ 10ാമത്തെ പദം 15ഉം 15ാം പദം 10ഉം 15ാം പദം 10ഉം ആണ് എങ്കിൽ ബീജഗണിത രൂപം ഏതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? തന്നിരിക്കുന്നതിൽ ബീജഗണിത രൂപം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറെ സമയം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. പക്ഷെ ഓപ്ഷനിലൂടെ പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ എന്നിന്റെ സ്ഥാനത്ത് ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? 10ാം പദം എന്താണ്? 15 എന്നും തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 15ാം പദം എന്ന് പറയുന്നത് 10 എന്നും തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് ആദ്യം എന്ത് കൊടുക്കാണ്? 10 എന്ന് കൊടുക്കാണ്. ഓപ്ഷൻ എയിൽ 10 കൊടുത്തു. അപ്പൊ 25 - 10 എനിക്ക് എന്ത് കിട്ടി? 15 എന്ന് കിട്ടി. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ ഓക്കെ ആണ്. ഇനി 15ാമത്തെ പദം എനിക്ക് 10 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എന്നിന്റെ സ്ഥാനത്ത് 15 കൊടുത്തപ്പോൾ എന്ത് കിട്ടി? 10 എന്നും കിട്ടി. അപ്പൊ രണ്ടും ഓക്കെ ആയതുകൊണ്ട് ബീജഗണിത രൂപം ഓപ്ഷൻ എ ആണെന്ന് പറയാം. ഇനി മറ്റു ഓപ്ഷനിലേക്ക് കൊടുത്തു നോക്ക്. എന്നിന്റെ സ്ഥാനത്ത് ഞാൻ 10 കൊടുത്താൽ 10 - 25 എനിക്ക് 15 കിട്ടുമോ? കിട്ടത്തില്ല. 15 കിട്ടുമോ? 10 - 25 -15 കിട്ടുക. അപ്പൊ അത് തെറ്റി. ഇനി അടുത്ത് നോക്ക്. 19 - n ആണ്. എന്നിന്റെ സ്ഥാനത്ത് ഞാൻ 10 കൊടുത്താൽ എനിക്ക് 9 കിട്ടുക. അപ്പൊ അത് തെറ്റി. ഇനി 5 - 2 n എന്നാണ്.
അപ്പോൾ അവിടെ എന്നിന്റെ സ്ഥാനത്ത് ഞാൻ 10 കൊടുത്താൽ എന്താണ് 5 മൈനസ് 20, 5 മൈനസ് 20 എന്താ -15. എനിക്ക് കിട്ടേണ്ട എന്താ +15. അപ്പോൾ അതും തെറ്റി. അപ്പൊ ഈ ഒരു രീതിയിൽ ഓപ്ഷനിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതായത് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ കുറെ സമയം അവിടെ നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെടാം. പക്ഷെ എന്താണ്, ഓപ്ഷനിലൂടെ പോയിട്ട് ഇത്തരത്തിലുള്ള ചോദ്യത്തിന് ഉത്തരത്തിലെത്താൻ പറ്റും. അതുകൊണ്ട് ആ രീതിയാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. ഇത് നമുക്ക് അടുത്ത് നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദത്തിന്റെ ബീജഗണിത രൂപം 5n+3 ആയാൽ ആദ്യ പദം പൊതുവ്യത്യാസം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. വളരെ സിമ്പിൾ ആണ്. ഇവിടെ നമുക്ക് 5n+3 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആദ്യ പദം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് അവിടെ 8 എന്ന് കിട്ടും. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഈ എന്നിന്റെ കോയിഫിഷ്യന്റ് ആയിട്ട് വരുന്ന 5 ആയിരിക്കും. എന്നിന്റെ കോയിഫിഷ്യന്റ് ആയിട്ട് വരുന്ന 5 ആയിരിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്, ആദ്യ പദം എന്ന് പറയുമ്പോൾ ഈ എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. അതായത് 5 × 1 + 3. അപ്പൊ നമുക്ക് എന്ത് 8 കിട്ടി. അതിന് പകരമായിട്ട് ഒന്നൊന്നും കൊടുക്കണ്ട, 5 + 3 ചെയ്താൽ മതി. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന ഈ എന്നിന്റെ കോയിഫിഷ്യന്റ് ആയിട്ട് വരുന്ന 5 ആയിരിക്കും പൊതുവ്യത്യാസം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമുക്ക് എന്താണ് ഉത്തരം കിട്ടി. ഇനി അതല്ലെങ്കിൽ സാധാരണ പോലെ നമുക്ക് ചെയ്യാം. അതായത് 5n+3, ആ എന്നിന്റെ സ്ഥാനത്ത് ഞാൻ 1 കൊടുത്താൽ 8 കിട്ടി. എന്നിന്റെ സ്ഥാനത്ത് 2 കൊടുത്താൽ രണ്ടാം പദം 5 × 2 10 + 3 നമുക്ക് അവിടെ 13 കിട്ടി. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ, എത്രയാ ഡിഫറൻസ്, 5. ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഇത് നിങ്ങൾക്ക് അവിടുന്ന് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ ഇത് പഠിച്ചു വെക്കുക. 5n+3 എന്ന് തന്നാൽ 5ഉം 3ഉം കൂട്ടിയാൽ 1-ാം പദം. 5ന്റെ അതായത് എന്നിന്റെ കോയിഫിഷ്യന്റ് ആയിട്ട് വരുന്നതാണ് അവിടെ നമ്മുടെ പൊതുവ്യത്യാസം. ഇനി നോക്കുക, സമാന്തര ശ്രേണിയുടെ n-ാം പദത്തിന്റെ ബീജഗണിത രൂപം 8n+6 ആയാൽ 20-ാം പദം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഇതും വ്യത്യസ്തമായ ചോദ്യം, ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. എന്നിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി, 20 കൊടുത്താൽ മതി. അപ്പൊ 8 × 20 + 6 വരും. 8 × 20 + 6 166 എന്ന് കിട്ടും. മനസ്സിലായോ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതൊക്കെ PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ 25-ാമത്തെ പദം ചോദിക്കുകയാണെങ്കിലോ, ഇപ്പൊ ഒരു സമാന്തര ശ്രേണിയുടെ എന്താണ് ബീജ ഗണിത രൂപം 5n+3 എന്ന് തന്നിരിക്കുന്നു. 5n+3 എന്ന് തന്നിരിക്കുന്നു. ഇതിന്റെ 25-ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 5 × 25 + 3 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അവിടെ 125 + 3 128 എന്ന് കിട്ടും. അപ്പൊ ബീജഗണിത രൂപം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് മനസ്സിലായല്ലോ. ആ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എന്നിന്റെ സ്ഥാനത്ത് ആ ഒരു പദത്തിന്റെ സ്ഥാനം കൊണ്ടുപോയിട്ടിട്ട, ഇപ്പൊ 11-ാമത്തെ പദം എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 11 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 11-ാമത്തെ പദം കിട്ടും. അതുപോലെ 20-ാമത്തെ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 20 എന്ന് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 20-ാമത്തെ പദവും കിട്ടും. അതാണ് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത്. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദിച്ചുകൊണ്ടിരിക്കുന്ന പോയിന്റുകളാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. തൊട്ടടുത്ത ക്ലാസ്സിലൂടെ ആയിട്ട് 1-2 ക്ലാസ്സിലൂടെ ആയിട്ട് ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. PSC പരീക്ഷയ്ക്ക് ഇതിനുള്ളിൽ നിന്നായിരിക്കും വരിക. PSCക്ക് ആവശ്യമായിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ട്, സമാന്തര ശ്രേണി എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് 10-ാം ക്ലാസ്സിലെ 1-ാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ആണ്. അവിടെ നമ്മൾ PSC പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിലും തൊട്ടടുത്ത ക്ലാസ്സിലൂടെ ഒക്കെ ആയിട്ട് പരിചയപ്പെടുത്തും. ഈ 2 ക്ലാസ് കാണുകയാണെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ പരിചയപ്പെടുത്തിയ കാര്യങ്ങൾ ഒന്നും കൂടെ ഈ പറയുന്ന ക്ലാസ് ഒന്ന് കാണുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതുപോലത്തുള്ള ചോദ്യങ്ങളൊക്കെ ലഭിക്കുകയാണെങ്കിൽ, ഈ അടുത്ത നടന്ന പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, അവ പരീക്ഷ പേപ്പർ എടുത്ത് നോക്കുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് ഈ 2 ക്ലാസ് കണ്ടു കഴിഞ്ഞ ശേഷം മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാനിവിടെ ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയ കാര്യങ്ങളുണ്ടല്ലോ, അത് ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വരാൻ പോകുന്ന LDCക്ക് ഒരു മാർക്ക് ഉറപ്പാക്കി തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് കണ്ടുകൂട്ടാം. അപ്പോൾ LDCയുടെ ഈ റിവിഷൻ സീരീസിൽ നമ്മൾ ഓരോ ദിവസവും പരിചയപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ വരാൻ പോകുന്ന പരീക്ഷയിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ചോദ്യമായിട്ട് വരട്ടെ എന്നും, അത് OMR ഷീറ്റിലൂടെ നിങ്ങൾക്ക് ഒരു മാർക്കായിട്ട് വരട്ടെ എന്നും, അതുവരെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലേക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.